സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഡൽഹിയിൽ പൊടിപൊടിക്കുമ്പോൾ ആകാംക്ഷയുടെ കാത്തിരിപ്പിലായിരുന്നു പല കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസുകൾക്ക് മുന്നിലും. പക്ഷേ കോഴിക്കോട് DCC ഓഫീസിലെത്തിയ പ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും കാത്തിരിക്കാൻ മാത്രമായിരുന്നു യോഗം. കോഴിക്കോട് MK രാഘവൻ പ്രചാരണം തുടങ്ങിയതിനാൽ വടകരയുടെ കാര്യത്തിലായിരുന്നു ആശങ്ക. ഇപ്പൊ വരുമെന്ന് കരുതി രാവിലെ മുതൽ DCCക്ക് മുന്നിൽ കാത്തിരുന്നതാണ്. കോഴിക്കോട് ജില്ലക്കാർക്ക് ആകെ ഒരു മണ്ഡലത്തിന്റെ കാര്യമേ അറിയാനുണ്ടായിരുന്നുള്ളൂ, വടകര. പക്ഷെ രാത്രിയായിട്ടും അതിനെപ്പറ്റി ഒരു ധാരണയും ഉണ്ടായില്ല. അഭ്യൂഹങ്ങൾക്കിട നൽകി രാത്രി 9:30യോടെയാണ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഓരോന്നായി വന്നത്. പേരുറപ്പിക്കാൻ TV ചാനലുകൾ മാറി മാറി നോക്കി. ആകാംക്ഷ പല വിധത്തിൽ. ഓരോ പേരും കാണുമ്പോൾ അഭിപ്രായങ്ങളും എത്തി. ചർച്ചകൾ നടത്തി അതിനുശേഷം വരുന്ന ഒരു നല്ല ലിസ്റ്റാണ് സാധാരണ വരാറുള്ളത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം അങ്ങനത്തെ ഒക്കെ തന്നെ ആയിരിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് പുതുമകളൊന്നുമില്ല. വന്ന ലിസ്റ്റൊക്കെ നല്ല ലിസ്റ്റാണ്. നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇനി വരാവുന്ന 3 സീറ്റിലേക്കുള്ള ലിസ്റ്റും കൂടി ആയിക്കഴിഞ്ഞാൽ നാളെ തന്നെ നമ്മൾ ഇറങ്ങാനുള്ളൊരു തീരുമാനമായിരിക്കും. സ്വന്തം ജില്ലയുടെ കാര്യമെത്തിയപ്പോൾ കാത്തിരിപ്പിന് വീണ്ടും ഒരു രാത്രിയുടെ ദൈർഘ്യം കൂടി. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം 3 മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. തിരുവമ്പാടി ഉൾപ്പെടെ വയനാട്, വടകര, കോഴിക്കോട്. കാത്തിരിപ്പ് വളരെ സുഖമാണ്. കാത്തിരിപ്പ് സുഖമാണെന്ന് പറയാൻ കാരണം ആ സ്ഥാനാർത്ഥികൾ വന്നു കഴിയുമ്പോഴുള്ള ആ ഒരു ഊർജ്ജം. ഇത് ആദ്യം തന്നെ വന്നു കഴിഞ്ഞ് പ്രചരണം തുടങ്ങി ഒരുപാട് സമയം ഉണ്ടാകുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. ഇത് കാത്തിരുന്ന് കിട്ടുന്നതിനെ ഒരു സ്വർണ്ണക്കനി പോലെ കണ്ട് അതിൻ്റെ ആ ഒരു ഓളത്തിൽ നമ്മൾ പ്രവർത്തനം കൊടുക്കും. എന്തിന് കോൺഗ്രസുകാരെ മാത്രം പറയണം? സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിച്ചെത്തിയ കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർക്കും ഒരു രാത്രി കൂടെ കാത്തിരിക്കണം. MA ഇർഷാദിനൊപ്പം കോഴിക്കോട് DCCക്ക് മുന്നിൽ നിന്നും ഷിത ജഗത്, മീഡിയ 1.